Guys, welcome to my channel. So ഇന്ന് നമ്മൾ മലേഷ്യയിലെ ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ പോയി. അവിടെ ഫുള്ള് ഫുഡാണ്. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇടാവുന്നതാണ്. സോ ഞാൻ കുറച്ച് ഒരു 2-3 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചോളൂ. കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ ഒരു ഹോട്ടലിൽ കുറച്ച് സാധനങ്ങൾ അലൗഡ് അല്ല. നിങ്ങൾക്കറിയാം, ദുരിയാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. അത് ഭയങ്കര സ്മെല്ലിയാണ് ആക്ച്വലി. അത് ഈ ഒരു ഹോട്ടലിൽ അലൗഡ് അല്ല. അതെനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ നാളെയോ മറ്റന്നാളോ എനിക്കത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കും. സോ അതിന് പകരം ഞാൻ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ചെറിയാണിത്. സോ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ടൈപ്പ് ഓഫ് ചെറി. സോ ഈ ടൈപ്പ് ഓഫ് ചെറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സോ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. പക്ഷെ സാധനം കൊള്ളാം, പൊളിയാണ്, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങള് ചക്കപ്പഴം, ജാക്ക് ഫ്രൂട്ട് മേടിച്ചു. അപ്പോൾ അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇവിടത്തെയും അവിടത്തെയും ടേസ്റ്റിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. ഒന്നും പറയാനില്ല, നല്ല മധുരമുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിന്റെ അതേ ടേസ്റ്റിലുള്ള ജാക്ക് ഫ്രൂട്ട് ആണ്. അമ്മ നോക്കിക്കൊണ്ടിരിക്കുക എപ്പ കിട്ടുമെന്ന്. ഇതാണ് നമ്മുടെ അഹാനയൊക്കെ കഴിക്കുന്ന സ്റ്റിക്കി റൈസ്. പക്ഷെ ഇതിനകത്ത് മാംഗോ ഉണ്ട്. ആ ഒരു ഗ്രീൻ കളർ റൈസിന്റെ പുറത്ത് കവർ ചെയ്തേക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ആണ്. ആൻഡ് ഓൾസോ മറ്റേ നമ്മുടെ കോക്കനട്ടിന്റെ ആ മിൽക്ക് അതും നടുക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റിക്കി റൈസ് ആണ്. സോ അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മാംഗോ എടുത്താലും കഴിച്ചു നോക്കാം. ഇതിങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു അമ്പലത്തിലെ പ്രസാദം കഴിക്കുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിതിനകത്ത് കുറച്ചുകൂടി ഇതിന്റെ പാലൊഴിച്ചു നോക്കാം. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെയാണ്. നമ്മള് അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മള് മടമട വാരി കഴിക്കത്തില്ലേ, അതുപോലത്തെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഈ പാല്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ജാക്ക് ഫ്രൂട്ട്. സോ ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്, കണ്ടോ, അത് ഭയങ്കര സ്റ്റിക്കിയാണ്. നമുക്ക് ഈ പാലിൽ മുക്കിയിട്ട് അത് തനിയെ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കും അമ്പലത്തിലെ പ്രസാദം പോലെ തന്നെയാണ്. ഒരു ഉണ്ണിയപ്പത്തിന്റെ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്കിനി ഈ ചക്കപ്പഴവും സ്റ്റിക്കി റൈസുമായിട്ട് കഴിച്ചു നോക്കാം. ശരിക്കും ഇതൊന്നും വരുന്നില്ല, അത്രയ്ക്കും സ്റ്റിക്കിയാണ്. അമ്മയ്ക്ക് വേണം, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കട്ടാക്കാൻ പറയണം, വീഡിയോ കട്ടാക്കാൻ പറയണം, അമ്മയ്ക്ക് കഴിക്കണം എന്നുള്ളതുകൊണ്ട്. ഞാൻ അമ്മയുടെ റിയാക്ഷൻ നിങ്ങളൊന്ന് കാണാം. എന്റെ പൊന്നോ, സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ സ്റ്റിക്കി റൈസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഗൈസ്, അമ്മയുടെ റിയാക്ഷൻ നോക്കൂ. പറയൂ റിയാക്ഷൻ. ചോറും കുഴപ്പമില്ല, സത്യസന്ധമായി പറയും. എന്നുവെച്ചാൽ മഞ്ഞയുടെ ഒരു ടേസ്റ്റ് ഇതിന്റെ കൂടെ ചോറിന്റെ കൂടെ തിന്നുന്ന ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് വീഡിയോയുടെ മുന്നിലിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പ്രശ്നങ്ങളൊക്കെ. കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഞാനിവിടെ വീഡിയോയിൽ കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ എന്റെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ പോയിരിക്കും ഗൈസ്.